നമസ്കാരം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം എറണാകുളത്തെത്തും. 7:30-നാണ് റോഡ് ഷോ. കേന്ദ്രത്തിനെതിരായ LDFന്റെ ഡൽഹിയിലെ പ്രതിഷേധം അടുത്ത മാസം 8-ന് നടക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. എന്നാൽ ഈ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പങ്കെടുക്കണമോ എന്നതിൽ ആലോചിച്ച് തീരുമാനം എന്നതാണ് നിലപാട്. ഇതടക്കം ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്ത. പ്രധാനമന്ത്രി കേരളത്തിലേക്ക്. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൊച്ചിയിലെത്തും. രാത്രി 7 മണിയോടെയാകും പ്രധാനമന്ത്രി നാവികസേന ആസ്ഥാനത്തെത്തുക. 7:30-ക്ക് മഹാരാജാസ് കോളേജിന് മുന്നിൽ നിന്ന് റോഡ് ഷോ തുടങ്ങും. നഗരത്തിൽ പോലീസും SPGയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. രാത്രി ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ രാവിലെ 6 മണിയോടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാനമന്ത്രിക്കെതിരെ എറണാകുളം ലോ കോളേജിൽ KSU ബോർഡ് സ്ഥാപിച്ചു. S. വിജയകുമാറും രാഹുൽ വിജയനും വിശദാംശങ്ങളുമായി ആദ്യം S. വിജയകുമാറിലേക്ക്. വിജയകുമാർ, 7 മണിയോടെ നാവികസേന താവളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം 7:30-ന് റോഡ് ഷോ. ആ തരത്തിലേക്കല്ലേ ക്രമീകരിച്ചിരിക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? സുരക്ഷയൊരുക്കിയിട്ടുള്ളത് എങ്ങനെ? അനുജ, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ കൊച്ചി സന്ദർശനം കുറച്ചുകൂടി വൈകും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആന്ധ്രയിലെ പരിപാടിക്ക് ശേഷമുള്ള കൊച്ചിയിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് 8 മണി വരെയൊക്കെ ആകാം, പരിപാടി നീണ്ടുപോയേക്കാം എന്ന് ആണ് സംഘാടകർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഇവിടെ എത്തിയ പ്രവർത്തകർ, ഏതാണ്ട് 50,000-ഓളം പ്രവർത്തകരെ റോഡിന്റെ ഇരുഭാഗത്തുമായി ഉച്ച മുതൽ കാത്തു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്താൻ. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ BJP നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികസേന വിമാനത്താവളത്തിലെത്തും. ഗവർണറും കൊച്ചി മേയറും ഉൾപ്പെടെയുള്ളവർ അവിടെ സ്വീകരിക്കും. അതിനുശേഷം റോഡ് മാർഗം ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്തേക്ക് എത്തും. അവിടെ നിന്ന് തുറന്ന വാഹനത്തിൽ ഗസ്റ്റ് ഹൗസ് വരെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ. ഏതാണ്ട് 1.25 കിലോമീറ്റർ, ഏതാനും ചില മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു റോഡ് ഷോ, 1.25 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി ഇവിടെ പങ്കെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്നിവിടെ ഗസ്റ്റ് ഹൗസിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. നാളെ രാവിലെ ഗുരുവായൂരിലേക്ക് പോകും. അവിടെ ക്ഷേത്ര ദർശനം, പിന്നീട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം. ശേഷം അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് വരും. ഇവിടെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് അവിടെ തന്നെയാണ് 3 പ്രധാനപ്പെട്ട വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അവിടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടത്തുന്നുണ്ട്. ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ റിഫൈനറിയും ഒക്കെ ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് അത് അവിടെ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം BJPയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയും മറൈൻ ഡ്രൈവിൽ തയ്യാറാക്കിയ വേദിയിൽ നടക്കും. 1 മണിയോടെ അവിടേക്ക് എത്തും. ശക്തി കേന്ദ്ര എന്ന BJPയുടെ പഞ്ചായത്ത് തലത്തിലെ, ബൂത്ത് തലത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനാ സംവിധാനമാണ് ശക്തി കേന്ദ്ര. 4 ബൂത്ത് കമ്മിറ്റികൾ ചേർന്നതാണ് ഒരു ശക്തി കേന്ദ്ര. അതിനൊരു ചുമതലയുണ്ട്. അങ്ങനെ 7000-ഓളം ശക്തി കേന്ദ്ര പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അവിടെ അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സംഘടനാ പരിപാടി എന്നാണ് BJP നേതാക്കൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയിൽ നാളെ ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് അവിടെ നിന്ന് അദ്ദേഹം മടങ്ങുകയും ചെയ്യും. 1 മണിയോടെ അദ്ദേഹം തിരികെ പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പരിപാടികളുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ചാർട്ട് പ്രകാരം ഇതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് ഷോ തന്നെയാണ്. റോഡ് ഷോ, അതിനുശേഷം ഗുരുവായൂരിൽ അദ്ദേഹം ക്ഷേത്ര ദർശനം, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം എന്നത് വളരെ വൈകിയാണ് അദ്ദേഹത്തിന്റെ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. നമുക്കറിയാം, അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലൊരു ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തുക എന്നത്. അത് ആ നിലയ്ക്ക് കൂടി പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് വരുന്ന 2 പരിപാടികൾ രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത്
കേന്ദ്രം വികസന പദ്ധതികൾക്ക് പണം നൽകുന്നില്ല എന്ന വിമർശനമൊക്കെ ശക്തമായി ഉയരുകയും ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ഇന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ആ വിഷയം കൂടി പരാമർശിച്ചേക്കും അദ്ദേഹത്തിന്റെ നാളത്തെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ പ്രസംഗത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെയായിരിക്കും. കേരളത്തിൽ കേന്ദ്രം നടത്തുന്ന വികസന പദ്ധതികളുടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗം. നേരത്തെ തൃശ്ശൂരിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പിന്നീട് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. ലക്ഷദ്വീപിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. അതിന് സമാനമായി കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന തരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നു പോകുക എന്നതാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ സ്വാഭാവികമായും ചെയ്യുന്നത്. തന്നെയുമല്ല, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. കുറെ കൂടി അഗ്രസീവായ തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസംഗം നാളെ ഈ രണ്ട് വേദികളിലും, ഒന്ന് ശക്തികേന്ദ്ര BJP സംഘടനാ പ്രവർത്തകരുടെ പരിപാടിയിലും ഈ വെല്ലിംഗ്ടൺ ഐലൻഡിലെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിലും ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. സംസ്ഥാന BJP നേതൃത്വം ആ നിലയിലുള്ള പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേദിയിൽ. മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP രാജ്യവ്യാപകമായി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇന്ന് അതിന്റെ ദേശീയ തലത്തിലുള്ള പോസ്റ്റർ പ്രചാരണം, ചുവരെഴുത്ത് പ്രചാരണം BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയാണ് ഡൽഹിയിൽ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു പൊതുപരിപാടി കൂടിയാണ്. തൃശ്ശൂരിലെ പ്രസംഗത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നത് തുടർച്ചയായി അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് തുടർച്ചയായി അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു തുടർച്ച തന്നെയായിരിക്കാം ഒരു പക്ഷേ കേരളത്തിലെ വേദിയിലും ഉണ്ടാവുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്നത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി ഇതിനോടകം തന്നെ BJP നേതൃത്വം ഉയർത്തിയിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ച് കൂടുതൽ ആ നിലയിലുള്ള പ്രഖ്യാപനങ്ങൾ, മുദ്രാവാക്യങ്ങളൊക്കെ നാളെ പ്രതീക്ഷിക്കാം. എന്തായാലും BJP സംസ്ഥാന ഘടകം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ രണ്ടാമത് തവണയുള്ള ഈ സന്ദർശനത്തെ കാണുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ പ്രാധാന്യം BJP സംഘടനാ തലത്തിലും അതിന് കൊടുത്തിട്ടുമുണ്ട്. ശരി, രാഹുൽ വിജയനിലേക്ക് കൂടി. രാഹുൽ, ഇതിനിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് KSUവിന്റെ ഭാഗത്തു നിന്ന് ക്യാമ്പസുകളിൽ ബാനർ ഉയർത്തുന്നു, അത് പിന്നീട് അഴിച്ചു മാറ്റുന്നു. മറ്റ് ചിലയിടങ്ങളിൽ BJP പ്രവർത്തകർ ഇടപെടുന്നു. കൂടാതെ കരിങ്കൊടി പ്രതിഷേധത്തിനെത്തുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനോടകം നടന്നിട്ടുണ്ടല്ലോ. അതിന്റെ കൂടി വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, അല്പസമയം മുമ്പ് ഈ ലോ കോളേജിന് മുൻപിൽ ഒരു ചെറിയ പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഈ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. മാത്രമല്ല, അവർ സംഘം ചേർന്ന് ഈ കോളേജിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ പോലീസ് ഇടപെട്ടു. ഈ കരിങ്കൊടി കാണിക്കാൻ നിന്നിരുന്ന പ്രവർത്തകരെ പിടിക്കുന്നതിന് വേണ്ടി ഈ കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഈ പ്രവർത്തകരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിനിടയിൽ 2 KSU പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപ് BOT പാലത്തിന് സമീപത്ത് വെച്ച് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി വരുന്നതിനിടയിൽ പോലീസ് പിടികൂടിയിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം, ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഇങ്ങനൊരു പ്രതിഷേധ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്നൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ഇതിനു മുമ്പും പ്രധാനമന്ത്രിയുടെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. ഈ ലോ കോളേജിൽ മുൻപിൽ കെട്ടിയിരുന്ന ബാനറുകൾ പോലീസ് അഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ ബാനറുകൾ എഴുതിക്കൊണ്ടും അതുപോലെ തന്നെ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഈ KSU പ്രവർത്തകരും ഇങ്ങോട്ട് എത്തിയിരുന്നു. എന്തായാലും ഈ മോദി റോഡ് ഷോ തുടങ്ങുന്നതിന് മുൻപായി ഈ 2 സൈഡിലുമായി നിറയെ ആളുകൾ എത്തിയിട്ടുണ്ട്. BJP പ്രവർത്തകർ 2 സൈഡിലും തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഏതായാലും ഒരുപക്ഷെ കുറച്ചുകൂടി വൈകി ഒരു 8 മണിയോടെയൊക്കെ ആകാൻ സാധ്യതയുണ്ട് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. ഇന്നത്തെ മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര അവഗണന ആരോപിച്ച് അടുത്ത മാസം 8-ന് LDF ഡൽഹിയിൽ പ്രതിഷേധിക്കും. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിലാണ് തീയതി നിശ്ചയിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരത്തിൽ പങ്കെടുക്കും. ഇന്ത്യ മുന്നണി നേതാക്കളെയും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കും. സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കേരള വിരുദ്ധ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരക്കും. ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും ക്ഷണിക്കും. BJP ഭരിക്കുന്നതടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന് നിലപാടറിയിച്ച് കത്തയക്കും. ജന്തർ മന്ദറാണ് സമരകേന്ദ്രം. പ്രതിപക്ഷ സഹകരണം തേടി മുഖ്യമന്ത്രി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര നയത്തിൽ പ്രശ്നമുണ്ടെന്നും അതേസമയം എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാകില്ലെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ
കൂടുതൽ വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന ആശയമെന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഭരണ പ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഉള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യുക എന്നുള്ള ആശയം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് സമരത്തിനിറങ്ങുന്നത് കേന്ദ്രത്തിനെതിരായ അസാധാരണമായ നീക്കമാണ്. 24 തിരുവനന്തപുരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങി തൃണമൂൽ കോൺഗ്രസ്. ഹസ്രയിൽ നിന്ന് പാർക്ക് സർക്കസ് മൈതാനത്തേക്ക് സർവ്വമത റാലിയാണ് തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിക്കുക. റാലി ഐക്യത്തിന് വേണ്ടിയെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. റാലി കാളി മന്ദിറിൽ നിന്ന് ആരംഭിക്കുമെന്നും യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള മസ്ജിദുകളും ഗുരുദ്വാരകളും പള്ളികളും സന്ദർശിക്കുമെന്നും മമതാ ബാനർജി അറിയിച്ചു. പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയക്കാരുടെ ജോലിയല്ലെന്ന് മമതാ ബാനർജി വിമർശിച്ചു. BJP രാഷ്ട്രീയവത്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3-ാം ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ തുടരുകയാണ്. കുസാമയിലെ വിശ്വമയിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. യാത്രക്കിടെ കൊഹിമയിൽ വെച്ച് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു. മണിപ്പൂർ, അയോധ്യ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും BJPക്കും രൂക്ഷ വിമർശനം. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് RSS BJP ചടങ്ങെന്ന് രാഹുൽ. It is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. We made it clear that whoever would like to visit the Ram temple among our partners, among our party, is more than welcome to do it. It's difficult for us to visit on the 22nd and say that, you know, this is a Prime Minister's function, this is a RSS function, and we are going to go. It's not possible. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് നാണക്കേടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി. Yeah, I mean, the status of the India alliance is very good. We are in conversation with our partners. The issue of seat sharing is being taken up. Those discussions are ongoing, and I think they're going quite well. And they're relatively easy discussions to have. So I'm quite confident that they will be resolved. Hindustan ki state mein ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ ബസ്സിനെതിരായ വിമർശനങ്ങൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളി. ഇത് സാധാരണക്കാരൻ്റെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്, മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ബാലിശമായ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ. യാത്രക്കിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പങ്കുവച്ചു. മികച്ച റോഡുകൾ ഉണ്ടാക്കിയെന്ന് BJP അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അംബുജൻ, 24 നാഗാലാൻഡ്. ശ്രീരാമ ദർശനം എല്ലാവരുടെയും ജീവിതത്തിന് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം മുഴുവൻ ശ്രീരാമ ആഘോഷങ്ങളാണ്. സദ്ഭരണത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും പ്രതീകമാണ് ശ്രീരാമനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आजकल तो पूरा देश राममय है, राम जी की भक्ति में सराबोर है. लेकिन साथियों, प्रभु श्री राम का जीवन विस्तार, उनकी प्रेरणा, आस्था भक्ति के दायरे से कहीं ज्यादा है. प्रभु राम गवर्नेंस के, समाज जीवन में सुशासन के ऐसे प्रतीक हैं जो आपके संस्थान के लिए भी बहुत बड़ी प्रेरणा बन सकते हैं. KLF വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ MT വാസുദേവൻ നായർക്കെതിരെ G സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MT വരേണ്ട. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളിയാണ്. MT പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞാണ് ചർച്ച. MTയുടെ വിമർശനം ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും G സുധാകരൻ പരിഹസിച്ചു. MT വാസുദേവൻ നായരുടെ പ്രസംഗം വിവാദമാക്കേണ്ടെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. G സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായില്ല, വായിച്ചു പഠിക്കണം. അത് പറയാൻ MT വാസുദേവൻ നായരെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ നൽകിയതുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിൽ നിന്ന് തോന്നി പറഞ്ഞതായിരുന്നു.
ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരും പറഞ്ഞു തുടങ്ങാം. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ, അതും ഒരു ഷോയാണ്. അപ്പൊ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം ഇതോട് പറഞ്ഞല്ലോ. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായവും അവർ പറയട്ടെ. എം ഡി പറയാൻ എം ഡിക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പറയട്ടെ. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ. നമ്മളെന്തിനാ അതിനെപ്പറ്റി ചുഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യം? സുധാകരൻ സാറിനോട് തന്നെ ചോദിക്കണം എന്താ പറയുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതിയ പാഠപുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഭരണഘടനയുടെ ആമുഖം പുസ്തകങ്ങളുടെ ആമുഖമായി ചേർക്കും. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. വിദ്യാഭ്യാസ ചട്ടങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടന ആമുഖം ചേർത്തിട്ടുണ്ട്. പാഠപുസ്തക പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള അധ്യാപക പുസ്തകങ്ങൾ വികസിപ്പിക്കും. തുടർന്ന് അധ്യാപകർക്ക് നല്ല പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ ഇന്നും സംഘർഷം. കോഴിക്കോട്ടും തൃശൂരും പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. മലപ്പുറത്തും പത്തനംതിട്ടയിലും പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചിലാണ് നടക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലെ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണീർവാതകവും ഗ്രനേഡും പോലീസ് പ്രയോഗിച്ചതോടെ കളക്ടറേറ്റിന് മുൻവശം യുദ്ധക്കളം. പോലീസിന് നേരെ വടികളും കല്ലും വലിച്ചെറിഞ്ഞ പ്രവർത്തകർ ലാത്തി പിടിച്ചു വാങ്ങി ഒടിച്ചു. കോഴിക്കോട് വയനാട് പാത പ്രവർത്തകർ ഉപരോധിച്ചതോടെ ഗതാഗതം സ്തംഭിച്ചു. തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ച പോലീസിനു നേരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. അടൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടുന്നതിനിടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഓടയിലേക്ക് വീണു. മലപ്പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 പുതിയ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനം തകർത്ത 2 കേസുകളിലാണ് ജാമ്യം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെയും നിലവിൽ റിമാൻഡിലായ കേസിലെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തെ IG ആയി നിയമിച്ചു. സ്പർജൻ കുമാറിന് സുരക്ഷാ വിഭാഗം IG-യുടെ അധിക ചുമതല നൽകി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബറിനെ ക്രൈംബ്രാഞ്ച് IG ആയി മാറ്റി നിയമിച്ചു. ശ്യാം സുന്ദറാണ് പുതിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. T. നാരായണൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയാകും. ഇനി നോക്കാം ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചിയിൽ പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. തോപ്പുംപടിയിൽ നിന്നാണ് പ്രവർത്തകരെ പിടികൂടിയത്. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള റിപ്പബ്ലിക്കന്മാരുടെ അയോവ കോക്കസിൽ ഡൊണാൾഡ് ട്രംപിന് ജയം. 2ാം സ്ഥാനത്തിനായി നിക്കി ഹെയ്ലിയും റോൺ ടി സാന്റസും. രാജസ്ഥാനിലെ സഭാകക്ഷി നേതാവായി ടിക്കാറാം ജുല്ലിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഗോവിന്ദ് സിംഗ് ദോത്രസ രാജസ്ഥാൻ PCC അധ്യക്ഷനായി തുടരും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടേതാണ് തീരുമാനം. ആലപ്പുഴയിൽ പോലീസ് ലാത്തി ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്തിനെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. ഓർമ്മകളിൽ ആശാൻ.
തെന്നലിൽ തണ്ടലഞ്ഞു വിടരുന്ന താരുകൾ. മഹാകവി കുമാരനാശാന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവിന് സാക്ഷിയാവുകയാണ് തിരുവനന്തപുരത്തെ കുളത്തൂരിലെ കോലത്തുകര ശിവക്ഷേത്രം. ഇവിടെ വെച്ചാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാകുന്നത്. ശ്രീനാരായണ ഗുരു ചൊല്ലിയ ഒരു വരി പ്രാർത്ഥനയുടെ അടുത്ത വരി ഇവിടെ വെച്ച് പൂരിപ്പിച്ചതോടെയാണ് കുമാരനാശാൻ ഗുരുവിന്റെ ശ്രദ്ധയിലേക്ക് എത്തിയത്. ലോകത്തെ ആദ്യത്തെ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രമാണ് കോലത്തുകര. ശ്രീനാരായണ ഗുരു കോലത്തുകരയിൽ മിക്കപ്പോഴും എത്തുമായിരുന്നു. അങ്ങനെ ഒരിക്കലെത്തിയപ്പോഴാണ് ഇവിടെയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന മൃഗബലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റാൻ തീരുമാനിച്ചു. 1893 ശ്രീനാരായണ ഗുരു കോലത്തുകര ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് ഗുരു ഗോലധീരസ്യ സ്തവം എഴുതുന്നത്. കാലാശ്രയം എന്നാൽ അണയുന്നവർക്ക് അനുകൂലൻ, ഫാലാഷൻ അധർമ്മിഷ്ഠരിൽ ഏറ്റവും പ്രതികൂലൻ, പാലിക്കണമെന്നെ പരിചോടുന്ന കുളത്തൂർ കോലത്തുകര കോവിൽ വാഴും പരമേശ്വരൻ. അത് ഇവിടെ നിന്ന് രചിച്ചതാണ്. ഇതിന് ദൃക്സാക്ഷിയായി കായിക്കര തൊമ്മൻവിളാകത്ത് നാരായണൻ പെരുങ്കുടിയും മകൻ 20 വയസ്സുള്ള കുമാരുവും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് നീണ്ട സംവാദത്തിന് ശേഷം കുമാരുവിനെ ശ്രീനാരായണ ഗുരു ശിഷ്യനായി സ്വീകരിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ക്ഷേത്ര ചുവരിൽ 2 വരി സമസ്യ കുറിച്ചു. ശേഷം പൂരിപ്പിക്കാൻ അവിടെ കൂടി നിന്ന ചെറുപ്പക്കാരെ ക്ഷണിച്ചു. ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ഗുരു ഇവിടെ തന്നെ ഒരു 2 ശ്ലോകം 2 വരി എഴുതി. കോലത്തുകര കുടികൊണ്ടരളും ബാലപ്പിറ ചൂടിയ വാരിതിയെ. എന്നിട്ട് ഇവിടെ നിന്നവരോട് ചോദിച്ചു. ഇവിടെ കുറേ ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ഈ വാക്യ സമസ്യ പൂരിപ്പിക്കാൻ ആരുണ്ട്? അപ്പോൾ ഒരു കുമാരു എന്ന് പറഞ്ഞൊരു യുവാവ് വന്ന്, കാലൻ കനിവറ്റ് കുറിച്ച് വിടുന്ന ഒരു ഓലപ്പടി എന്നെ അയക്കരുത്. ആ കുമാരുവാണ് പിന്നെ കുമാരനാശാനും മഹാകവിയും ഒക്കെ ആയത്. അതിന് നാന്തി കുറിച്ച സ്ഥലം ഈ കോലത്തുകരയാണ്, ഈ മണ്ണാണ്. ഇത് ഇപ്പോഴും ക്ഷേത്രത്തിന്റെ മതിലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കുമാരു എന്ന ചെറുപ്പക്കാരൻ കുമാരനാശാൻ എന്ന മഹാകവിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ക്ഷേത്ര പരിസരത്ത് വെച്ച് കൊട്ടാരം ആസ്ഥാന ചിത്രകാരനായ കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് ഗുരുവിനെ സാക്ഷിയാക്കി ഒരു ചിത്രം വരച്ചു. 1894 ഗുരുദേവ ക്ഷേത്രം സ്ഥാപിച്ചു. ഇതിൽ ആദ്യം ആരാധന നടത്തിയതും കുമാരനാശാനായിരുന്നു. കുമാരനാശാനാണ് 1894 ഈ പടം ഇവിടെ വെച്ച് അനാച്ഛാദനം ചെയ്ത് പൂജ നടത്തിയത്. ആദ്യത്തെ പൂജ നടത്തുന്നതും കുമാരനാശാൻ. കുമാരു എന്ന ചെറുപ്പക്കാരന്റെ ജീവിതയാത്രയിൽ വഴിത്തിരിവായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ക്ഷേത്രമായി കോലത്തുകര ശിവക്ഷേത്രം മാറി. 24 തിരുവനന്തപുരം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.